നമ്മൾ ചിന്തിക്കും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന അതിനകത്തൊരു ശക്തിയുണ്ടോ? ആ ശക്തി എന്ന് പറയുന്നത്, ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും തമ്മിലുള്ള ശക്തി വെറുതെ വാക്കുകളുടെ ശക്തിയല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ ആറ്റിറ്റ്യൂഡിൻ്റെ ശക്തിയാണ്. എന്ത് വിശ്വസിക്കുന്നു, അതായത് നിന്റെ കുഞ്ഞവിടെ മരിച്ചു കിടക്കുന്നതാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ നീ സ്തുതിക്കുകയില്ല, സ്തുതിയൊന്നും വരത്തില്ല. അല്ല, അതിന് മറിച്ച് അബ്രഹാം വിശ്വസിച്ച പോലെ ഈ മകനെ ഞാൻ യാഗമർപ്പിച്ചാലും ഈ ചണ്ടി കുമ്പാരങ്ങളിൽ നിന്നൊരു മകനെ ജീവിപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഒരു ആരാധന ഉയരും, ഇല്ലേ? ആരാധന ഓട്ടോമാറ്റിക്കായിട്ട് ഉയരത്തില്ല. ആരാധന ഒരു റെസ്പോൺസാണ്. സ്തുതി സ്തോത്രം ഒരു റെസ്പോൺസാണ്. എന്തിൻ്റെ റെസ്പോൺസ്? ദൈവത്തെ വിശ്വസിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉളവാകുന്ന ഒരു റെസ്പോൺസാണ് ആരാധന എന്ന് പറയുന്നത്, അല്ലേ? അപ്പം നമ്മൾ ഈ പറയുന്ന നാശമൊക്കെയാണ് വിശ്വസിക്കുക, എന്നിട്ട് അതെല്ലാമാണ് നടക്കുന്നത്. അതൊക്കെയാണ് വിശ്വസിച്ചിട്ട് ഇവിടുന്ന് ആരാധിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ആരാധിക്കും? അതൊരു ഫോൾസ് അല്ല ആവില്ലേ? സോ ആരാധന ദൈവവചനത്തെ വിശ്വസിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിൽ നിന്ന് ഉയർന്നു വരുന്നതാണ്. അപ്പോൾ അദ്ദേഹം ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അദ്ദേഹം ആദ്യം ദൈവത്തെ സ്തുതിക്കാൻ അത്ര എളുപ്പമായിരുന്നല്ലോ, പക്ഷേ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ തൻ്റെ ഉള്ളിൽ അത് ഉറപ്പായി മാറി. ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. താഴെ ചെന്നപ്പോൾ ഏകദേശം 5 മണിക്കൂറിന് ശേഷം ടോ ടാഗ് കെട്ടി മോർച്ചറി കിടന്ന മകൻ ജീവനോടെ എഴുന്നേറ്റിരിക്കുന്നതാണ് കണ്ടത്. അത് വളരെ ശ്രേഷ്ഠമായൊരു കാര്യമാണല്ലേ? അപ്പം ഞാനിവിടെ ഇരുന്നിട്ട് ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്: കർത്താവേ, എൻ്റെ ലൈഫിലാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നതെങ്കിൽ എന്നോട് ആരാധിക്കാൻ പറഞ്ഞാൽ ഞാൻ ആരാധിക്കുമെന്ന് തോന്നുന്നില്ല, ഞാൻ കിടന്ന് ഉറക്കെ നിലവിളിക്കുകയായിരിക്കും മിക്കവാറും ചെയ്യുന്നത്. എങ്ങനെയാണ് അങ്ങനെ ആയിത്തീരാൻ പറ്റുന്നത്? അപ്പം അതിന് ദൈവം ഒരു ആൻസർ പറഞ്ഞത് എന്താണെന്നറിയാമോ? അദ്ദേഹം തുടങ്ങിയത് അവിടെയല്ല. ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാൻ തയ്യാറായത്. അല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് അധികത്തിന് വിചാരകനായത്. ചെറിയ 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 വിഷയങ്ങൾ ജീവിതത്തിൽ വന്നപ്പോൾ അവിടെയൊക്കെ നമുക്കുണ്ടല്ലോ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യാൻ പഠിച്ചതിൻ്റെ റിസൾട്ടാണ് വലിയ വൻ കാര്യങ്ങളിൽ. അതുകൊണ്ടാണ് അതായത് ദൈവദാസൻ പറഞ്ഞത്, നീ കാലാടുകളോടുകൂടെ ഓടുമ്പോൾ തളർന്നു പോയാൽ നീ കുതിരകളോടുകൂടി ഓടുമ്പോൾ എന്ത് ചെയ്യുമെന്നും, നീ സമാധാനമുള്ള ദേശത്ത് നിർഭയം വസിക്കുന്നു, യോർദാനിലെ വൻകാടുകളിൽ നീ എന്ത് ചെയ്യുമെന്നും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ. അപ്പം നമ്മുടെ ജീവിതത്തിലെ അനുദിന ചെറിയ ചെറിയ വിഷയങ്ങളിൽ ഈ ദൈവത്തെ വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ വൻ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വിശ്വസിക്കുന്ന അവസ്ഥ വരുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, അല്ലേ? അതാണ് ദൈവത്തെ കൂടുതൽ അറിയുക വഴി, ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ദൈവത്തെ കൂടുതൽ അറിയുക വഴി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവികമായ കാര്യങ്ങളെ, നാച്ചുറലി കാണാൻ പറ്റാത്ത കാര്യങ്ങളെ നമുക്ക് കാണിച്ചു തരും. അത് കൂടുതലായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും ഈ ദിവസങ്ങളിൽ നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ, അത് ചെറുതാണെങ്കിലും ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് കാണാനായിട്ട് സാധിക്കും.